ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോസ് കമ്പനി ഇറക്കിയ ഒരു സൗണ്ട് ബാർ സ്പീക്കറിൻ്റെ സർവീസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ബാർ സ്പീക്കറുകളുടെ തുടക്കകാലത്ത് ഇറങ്ങിയ ഒരു മോഡലാണ് ഈ സെറ്റ്. ഈ സ്പീക്കറിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് 30 വാട്ടാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. കംപ്ലൈൻ്റായി ഒരുപാട് നാൾ മാറ്റി വെച്ചുകൊണ്ടാവാം ബോർഡുകളിലെല്ലാം ഒരുപാട് ഡസ്റ്റ് നിറഞ്ഞിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റ് ആവുന്നില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ്. പക്ഷേ ഈ ബോർഡ് നിലവിൽ ഇപ്പോൾ വർക്കിംഗ് അല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. ഈ ഒരു PCBയിൽ തന്നെയാണ് മദർ ബോർഡും ആംപ്ലിഫയർ ബോർഡും എല്ലാം. ഈ കാണുന്ന ഭാഗമാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ. ആദ്യം തന്നെ ഈ മദർ ബോർഡ് ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ ICയുടെ കാലുകളെല്ലാം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബോർഡുകളിൽ വന്നു കഴിഞ്ഞാൽ ആ ബോർഡ് റെഡി ആവാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഒരുപാട് ക്ലാവ് നിറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലെക്സ് തേച്ച് ബ്ലോവർ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത വഴി. അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷവും ബോർഡ് വർക്ക് ആവുന്നില്ല. റെഗുലേറ്റർ ICയിൽ നിന്നുള്ള വോൾട്ടേജ് എല്ലാം കറക്റ്റായി ICയിലേക്ക് ലഭിക്കുന്നുമുണ്ട്. മദർ ബോർഡിൻ്റെ IC കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ IC നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുകയില്ല. ICയുടെ ലെഗുകളെല്ലാം ക്ലാവ് പിടിച്ച് പോയതുകൊണ്ട് തന്നെ ഈ IC പുതിയത് ലഭിച്ചാൽ പോലും വീണ്ടും റീസെറ്റ് ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളതെല്ലാം കസ്റ്റമറോട് പറഞ്ഞപ്പോൾ ഈ ഒരു ബാർ സ്പീക്കർ ഉപേക്ഷിച്ച് കളയുവാൻ കസ്റ്റമറിന് സമ്മതമല്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്ന ബോർഡുകൾ ഉപയോഗിച്ച് ഇതൊന്ന് റെഡിയാക്കി തരുമോ എന്ന് കസ്റ്റമർ ചോദിച്ചു. നമുക്കിനി ആ വർക്കിലേക്ക് പോകാം. പുതിയൊരു ആംപ്ലിഫയർ ബോർഡ് വയ്ക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നിലവിലുള്ള സ്പീക്കറിൻ്റെ വാട്ട്, ഓംസ് എല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്പീക്കറുകളുടെ കപ്പാസിറ്റി മനസ്സിലാക്കാതെ ആംപ്ലിഫയർ ബോർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആംപ്ലിഫയർ ബോർഡോ സ്പീക്കറോ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. സ്പീക്കറിൻ്റെ ഓംസും വാട്ടും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആംപ്ലിഫയർ ബോർഡ് സെലക്ട് ചെയ്യാവൂ. ഈ കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ഓഫർ. സാധാരണയായി ഓഫറിൻ്റെയോ സ്പീക്കറിൻ്റെയോ പിൻഭാഗത്ത് അതിൻ്റെ വാട്ടും ഓംസും എല്ലാം കൃത്യമായി രേഖപ്പെടുത്താറുണ്ട്. ഈ സ്പീക്കറിൽ അതൊന്നും കാണുന്നില്ല. ഇനി നമുക്ക് ഓംസ് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഓഫർ 8 ഓംസാണ് കാണിക്കുന്നത്. 8 ഓംസ് സ്പീക്കർ കണക്ട് ചെയ്യാവുന്ന ആംപ്ലിഫയർ ബോർഡ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എന്നാലും ഈ സ്പീക്കർ എത്ര വാട്ട് വരെ താങ്ങും എന്ന് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ ബോർഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിലവിൽ മദർ ബോർഡിൽ ഉണ്ടായിരുന്ന ICയുടെ പിന്നൗട്ട് നമുക്ക് നെറ്റിൽ നിന്നൊന്ന് എടുക്കാം. ഈ ICയുടെ ഔട്ട്പുട്ട് 15 വാട്ടാണ് പെർ ചാനലിൽ വരുന്നത്. ഈ സെയിം IC ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോ ബോർഡ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. ഈ ബോർഡിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെർ ചാനൽ 15 വാട്ട് ഔട്ട്പുട്ട് ഉണ്ട് എന്ന്. നമുക്ക് നിലവിൽ 15 വാട്ട് ഔട്ട്പുട്ടുള്ള ആംപ്ലിഫയർ ബോർഡാണ് ആവശ്യം. നമുക്കിത് ഉപയോഗിക്കാം. പെൻ ഡ്രൈവിൻ്റെ ഫംഗ്ഷനും ഡിസ്പ്ലേയും നിലവിൽ ഈ സെറ്റിന് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. അനൗൺസ്മെൻ്റ് ഇല്ലാത്തൊരു USB ബോർഡാണ് ഈ സെറ്റിന് മദർ ബോർഡായി ഉപയോഗിക്കുന്നത്. കണക്ട് ചെയ്യേണ്ട വിധം ബോർഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കണക്ട് ചെയ്യുന്നത് കാണിക്കാത്തത്. ഇലക്ട്രോണിക്സ് അറിയുന്നവർക്കും അറിയാത്തവർക്കും സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ബോർഡുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എല്ലാവർക്കും ഈസിയായി കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ബോർഡുകളെല്ലാം നല്ല രീതിയിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.